അയ്യോ കൊച്ചേ, ഇതൊന്നും അകത്തോണ്ട് വയ്ക്കുന്ന അച്ചായന് ഇഷ്ടമല്ല കേട്ടാ. എന്താ? അല്ല, ആ കാര്യത്തിലൊക്കെ അച്ചായൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പ്. എന്തു പറഞ്ഞു? ജീവനുള്ള ഇതുങ്ങളെ പിടിച്ച് അകത്തോണ്ട് വയ്ക്കുന്നതേ ജയിലിലിടുന്ന പോലെ അല്ലേ? അതൊക്കെ ഐശ്വര്യക്കുറവന്നേ. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. എൻ്റെ വീട്ടിലൊക്കെ നിറച്ചും ചെടികളാ. ആണോ? എന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ദേ വരുന്നു, ഞാൻ പോവാണേ. ഇതൊക്കെ എന്നതാ? രതിയൊന്നും പറഞ്ഞില്ലേ? എന്നെ അല്ല, പറഞ്ഞിരുന്നു മറ്റോ. ആ, നീ ഒരു വായനക്കാരിയെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ തപ്പുകയായിരുന്നു. നല്ല ഉഗ്രം പുസ്തകങ്ങളാ. എൻ്റെ അനിയൻ ജോണിൻ്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്ന് ഒതുങ്ങി. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നീയും ഒരു ഒന്നാം തരം കുടുംബിനിയാവും, ഉറപ്പാ. അച്ഛൻ ചെസ് കളിക്കൂ? നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ. എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ചെയ്യട്ടെ. എന്തേ? ആ കടുപ്പമാർ കുണച്ചു കുണച്ച് എന്റെ വീട്ടിലോട്ട് കയറിയോ? എന്നാലൊന്ന് കാണട്ടെ. എന്നെ നിനക്കറിയില്ല. ഇരിക്കടി. നോക്കട്ടെ നോക്കട്ടെ. ഓ, ഇച്ചിരി നിലം തൊടാമണ്ണും ചെന്നിനായകവും മുട്ടവെള്ളയിൽ അരച്ച് വയ്ക്കേണ്ട എതിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുരട്ടിത്തരാം. ഈ പാടൊക്കെ ഇങ്ങനെ കിടക്കുന്ന മോശമാണ്. ഇതിനുള്ള മരുന്നൊക്കെ അറിയോ? പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. നീ ഒന്ന് റീസെറ്റ് ചെയ്യും, നമുക്കൊരു ഗെയിം കളിക്കാം. വാ. എന്നും ഞാൻ കളിക്കുകയില്ലെങ്കിലും കളിച്ചാ ഇരിപ്പതായിരിക്കണമെന്നുണ്ട് എനിക്ക്. നിനക്കറിയോ, കുറുപ്പ് രഘു എൻ്റെ അടുത്ത് മാത്രമേ അടിയാറോ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ, ബുദ്ധിമുട്ടാവോ? നീ പേടിക്കണ്ടടി, ആടെ ഒന്നും ഞാൻ നിന്റെ അടുത്ത് എടുക്കുകയല്ല. ഇവിടെയും ഞാൻ നിന്റെ അടുത്തൊരു മയത്തിൽ പെരുമാറണ്ടടി. അതല്ല, അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ഛനത് ബുദ്ധിമുട്ടാവോ? നീ കളിക്ക്. എന്റെ റാണി മിടുക്കിയാണല്ലോ. കളിക്ക്. പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അച്ഛൻ മാപ്പ് പറയാണോ? രണ്ട് നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി തരും ഞാൻ. അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോന്ന്. കളിക്കടി കളിക്കടി. ചെക്ക്മേറ്റ്. പിശാചിന്റെ തിട്ടം നിന്നോട് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലടി. അവളൊരു കളിക്കാരി, എന്നെ തോപ്പിക്കും. എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാടി? എന്നാണ് ഇത്ര ചിരിക്കാൻ?
വേണ്ട. കിണിച്ച് കിണിച്ച് എന്റെ കലികളൊക്കല്ലേ ശാപം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ റോണി സക്കറിയ, അഡ്വക്കേറ്റാണ്. ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത്. ഹായ്. സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ. അച്ചായനോ? അകത്തുണ്ട്. ഉം. വക്കീലേ, ഗുഡ് മോർണിംഗ്. അച്ചായന് മൊത്തത്തിൽ നല്ല ടൈമാണല്ലോ. അതെന്നതാ വക്കീലേ? അല്ല, നമ്മൾ പൊതുവെ തോക്കുന്നു വിചാരിച്ച കേസാണല്ലോ ഇത്. വക്കീലേ, സർക്കാരിനി അപ്പീലിനോ മറ്റോ പോവോ? ഏയ്, അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അന്തിമ വിധിയാന്ന് ഉറപ്പിക്കല്ലേ? പിന്നല്ലാതെ അന്തിമവിധി. ഇനിയിപ്പോ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനുക്ക് പണികളുണ്ട്, അത് ഞാൻ ചെയ്തോളാം. നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര് ഓർമ്മയില്ലേ? ഒന്ന് പോയി കണ്ടുകളാം. എൻ്റെ വക്കീലേ, ഞാൻ എൻ്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ മറന്നുപോയേക്കാം, എന്നാലും ഭൂമിയുടെ അതിര് മറക്കുകയില്ല. ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാ കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയ പാപ്പൻ പറയുമായിരുന്നു. ചായ കുടിക്ക്. മാഡത്തിന്റെ വീട് അങ്ങ് കോന്നിക്കപ്പുറത്താ. അവളുടെ വീട്ടുകാർക്കൊരു സഹായം, എനിക്കൊരു കൂട്ടം. ചെല്ല. കണ്ണോടി, അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത്. കൊലിച്ചു നിൽക്കുന്ന ആ എസ്റ്റേറ്റ് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഓ, നീ കണ്ടിട്ടില്ലല്ലോ? കൊണ്ടുപോയി കാണിച്ചേക്കാം. ഇന്ന് പോയാലോ? ഇന്ന് ഈ എസ്റ്റേറ്റിൽ ഇച്ചിരി പണിയുണ്ട്. ഈ അറവിടൻ സിംഹത്തിന് ഇന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ. ശൗര്യം കൂടാതെ ഒക്കെയല്ലോ. ഇങ്ങോട്ട് നീ കണ്ടില്ല എന്ന് പറഞ്ഞ ആ എസ്റ്റേറ്റില്ലേ, അത് നോക്കിയേ. ആ കുന്ന് കണ്ടോ? അവിടം തൊട്ട് തുടങ്ങി ആ പുഴയുടെ അതുവരെ. പിന്നെ ആ വെള്ളച്ചാല് കണ്ടോ? അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനപ്പുറം വരെ. പിന്നെ വാ, ഇത് കൊറേ ഉണ്ടല്ലോ. ആ പള്ളി കണ്ടോ? അവിടെ നിന്ന് അങ്ങോട്ട് ഒക്കെയും നിനക്ക് ആനന്ദിക്കാൻ വേണ്ടി ഈ അച്ചായം വെട്ടിപ്പിടിച്ച സാമ്രാജ്യമല്ലടി എന്റെ മഹാറാണി. പിന്നെ പിന്നെ ഞാൻ വന്നേ പിന്നല്ലേ ഈ ചക്രവർത്തി കേസൊക്കെ ജയിക്കാൻ തുടങ്ങിയത്. അതങ്ങനെയാ. എല്ലാ വലിയ പാപ്പം പറയുമായിരുന്നു, അറവീടന്മാർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതേ പെണ്ണുങ്ങളുടെ കാലിൻ്റെ നമുക്ക് അങ്ങോട്ട് ആനന്ദിക്കാടി. എന്നാ എനിക്കും കൂടി ഇച്ചിരി താ. അത് പറ്റില്ല. അതെന്നാന്നറിയോ, എൻ്റെ അനിയൻ അമേരിക്കയുള്ള നാറ് ജോണി നിനക്കറിയില്ലേ? അവൻ വിലോയെ കെട്ടിക്കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം 2 പെഗ് അവ കൊഴിച്ചു കൊടുത്തു. 2 4 4 8 പിന്നെ കണക്കില്ലാതായി. കൊടുക്കാം, അവൾ അവൻ്റെ കീഴ്താപ്പി ചവിട്ടി കലക്കി. അതിനൊന്നുമില്ല, അറവീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളവടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഞങ്ങൾ അറവീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു. പിന്നെ നിന്റെ പരമാനന്ദം അത് ഞാനല്ലേ. ഒരു പരമാനന്ദം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാനല്ല അറിയൂ.
ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എടാ ജിൻസെ കേറിയടാ വാടാ. ആ ഡോറെ പിടി പിടി. ചേട്ടനൊന്ന് ഇങ്ങ് മാറി. ജിൻസെ കേറ്. അതെ, ബുദ്ധിമുട്ടായോ? ഒരു കുഴപ്പമില്ല, അവര് നോക്കിക്കോളൂ. എടുത്തോടാ. അതൊക്കെ കൊണ്ടുവന്നോളൂ. നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങ് വന്നിട്ടേ. നീ ഇങ്ങോട്ട് വന്നു. സോറി ശ്രദ്ധിച്ച്. ലെഫ്റ്റിലേക്ക്. ലെഫ്റ്റ് കൂടെ. ആ തല ആദ്യം തിരിയട്ടെ. ആ ഓക്കെ. തട്ടല്ലേ മുട്ടല്ലേ. നോക്കി ഒരുമിച്ചേ. 1 2 3 വാ. ഒന്ന് പയ്യെ വെക്കടാവേ, ഒരു മനുഷ്യരല്ലേ. ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. ആ വാടാ പിള്ളേരെ. പൊക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ചെയ്യാൻ തോന്നുന്നു ബേബി. എന്റെ കരണം പൊട്ടി മുളകേ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ? എന്തോ ഒരു അനക്കം പോലെ. അനക്കോ? എവിടെ? കൈക്കേ പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു. നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. പിടിച്ചോ? എന്നാ പൊക്ക്. പൊക്ക്. പിടിച്ചോ ചേച്ചി. അയ്യോ വിടരുത് ചേച്ചി. എന്തൊരു പാടാ ഇത്. മടുത്തു.
ഒന്ന് കുഴഞ്ഞാൽ പിന്നെ മനുഷ്യന് 4 ഇരട്ടി ഭാരം വന്ന പിടിക്ക ചേച്ചി കഴുത്ത് ഉഫ്. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണില്ല മോളെ. ആളുങ്ങൾ ആരെങ്കിലും വേണം. ആ, ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. ആ മനുഷ്യൻ ഇത്തിരി ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ലേ പറഞ്ഞത്. ശ്ശ്. ഉം